സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരുമായുള്ള ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ചർച്ച തുടങ്ങി. മന്ത്രിയുടെ ചേംബറിൽ വെച്ചാണ് ചർച്ച. വേതന കുടിശ്ശിക നൽകുക, ഓണറേറിയം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സമരം നടത്തുന്നത്. സ്വാന്തന സാജു വിശദാംശങ്ങൾ നൽകും. സ്വാന്തന, ഒടുക്കം അവരെ മന്ത്രി ചർച്ചയ്ക്ക് വിളിപ്പിച്ചിരിക്കുന്നു. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് ഈ സമരം തീരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? സ്വാന്തന, നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ അങ്ങേയറ്റം പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളാണ് ഈ ഇരിക്കുന്നത്. കേരളത്തിലെ ആശാ വർക്കർമാർ കഴിഞ്ഞ 6 ദിവസമായിട്ട് ഇവർ ഇത്തരത്തിൽ, ഇന്നിപ്പോൾ 6ാമത്തെ ദിവസമാണ്, കഴിഞ്ഞ 6 ദിവസമായിട്ട് ഇവർ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇത്തരത്തിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെക്രട്ടറി ചോദിച്ചതുപോലെ ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ 3 മാസമായി ഇവർക്ക് ഇവരുടെ ശമ്പളം കിട്ടിയിട്ടില്ല. ആ കുടിശ്ശിക തുക നൽകുക എന്നതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക. ഇവർക്ക് ഒരു മാസം 7000 രൂപയാണ് ഇവരുടെ ശമ്പളം ഓണറേറിയമായി ലഭിക്കുന്നത്. അത് ഒരു 21000 രൂപയാക്കി ഉയർത്തുക എന്നതാണ് ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ വിരമിക്കൽ പ്രായം, അത് നിലവിൽ വിരമിക്കൽ പ്രായം എന്നൊന്ന് നിലവിൽ ഇല്ല എന്നതാണ്. പക്ഷേ 2022-ൽ ഈ 62 വയസ്സുള്ള ഒരു ആശാ വർക്കറെ പിരിച്ചുപിടിക്കുകയുണ്ടായി. അത് 62 വയസ്സാണ് ഇവരുടെ വിരമിക്കൽ പ്രായം എന്ന് പറഞ്ഞുകൊണ്ടായത്. പക്ഷേ ഇവർ പറയുന്ന ഒരു കാര്യം, ആ 62 വയസ്സ് എന്നുള്ളത് വിരമിക്കൽ പ്രായം എന്നുള്ളത് മാറ്റണം, ആ ഒരു ഓർഡർ പിൻവലിക്കണം. അത് മാത്രമല്ല, ഇവർ വിരമിച്ചു പോകുന്നതിന് മുമ്പ് ഇവർക്കൊരു തുക ആവശ്യപ്പെടുന്നത് 5 ലക്ഷം രൂപയാണ്. വിരമിക്കൽ തുകയായി 5 ലക്ഷം രൂപ നൽകണം തുടങ്ങിയ ആവശ്യങ്ങൾ, അങ്ങനെ പ്രധാനമായ 5ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ കഴിഞ്ഞ 6 ദിവസമായി ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇത്തരത്തിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ ഒരു ചർച്ചയ്ക്ക് വിളിക്കാൻ പോലും സർക്കാർ തയ്യാറായിരുന്നില്ല. പക്ഷേ അതിന് പിന്നാലെ ഇന്നിപ്പോൾ മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ഈ ഒരു ചർച്ച ആരംഭിച്ചത്. അപ്പോൾ ഈ ഒരു ചർച്ചയ്ക്ക് ശേഷവും എന്താണ് ഇവരുടെ പ്രതീക്ഷകൾ എന്ന് ചോദിച്ചു നോക്കാം. ചേച്ചി, ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്, പ്രതീക്ഷയുണ്ടോ? ഉണ്ട്, പ്രതീക്ഷയുണ്ട്. ഞങ്ങളത് കാത്തിരിക്കുകയാണ്. തരണം, ഞങ്ങൾക്ക് തന്നല്ലേ പറ്റൂ. സർക്കാരിന് ഞങ്ങളുടെ മുമ്പിൽ കണ്ണടയ്ക്കാൻ പറ്റില്ല. ഞങ്ങൾ 10-17 വർഷമായി വെയിലൊന്നും മഴയൊന്നും ഇല്ലാതെ ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പം ഞങ്ങളെ എന്തുകൊണ്ട് അവർ പരിഗണിക്കുന്നില്ല? തീർച്ചയായിട്ടും അവർ നമ്മളെ പരിഗണിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് ഇരിക്കുന്നത്. ചേച്ചി, എല്ലാ ആവശ്യങ്ങളും അവർ പരിഗണിച്ചാൽ മാത്രമേ ഈ സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ? അത്രേ ഉള്ളൂ. ആവശ്യങ്ങൾ ഞങ്ങൾ ഒരുപാടൊന്നും ചോദിക്കുന്നില്ലല്ലോ. ഞങ്ങൾ ന്യായമായതല്ലേ ചോദിക്കുന്നുള്ളൂ. ഞങ്ങൾക്കത് കിട്ടണമെന്ന് തന്നെയാണ്. പക്ഷേ അത് സർക്കാർ ഞങ്ങൾക്ക് അതിന് മുമ്പ് കണ്ണടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടെ കിടക്കും. ഇത് തീരുന്നത് വരെ. കാരണം അവർക്ക് നല്ലൊരു, ഞങ്ങൾക്ക് ആത്മവിശ്വാസം തരുന്ന ഒരു സാലറിയും അതും കിട്ടുന്നില്ല എങ്കിൽ ഞങ്ങൾ ഇവിടെ കിടക്കുക തന്നെ ചെയ്യും. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറയുന്നത്? ഞങ്ങൾക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കുക, എന്നിട്ട് കുറേ മാനദണ്ഡങ്ങൾ വെച്ചാണ് ഞങ്ങളെ ഈ ജോലിക്ക് എടുത്തിരിക്കുന്നത്. ആ മാനദണ്ഡങ്ങളൊക്കെ മാറ്റുക. പിന്നെ നമ്മളിപ്പോൾ 62 വയസ്സായ ഇവരൊക്കെ പിരിഞ്ഞു പോകണമെന്ന് അവർ പറയുന്നു. കാരണം ഞങ്ങളൊരു റിട്ടയർമെൻറ്റ് ജോലിക്ക് കയറിയ റിട്ടയർമെൻറ്റ് എന്തായാലും വേണം. പക്ഷേ ആ 62 വയസ്സിൽ നമ്മൾ ഇറങ്ങിപ്പോകും. വെറും കൈയോടെ എങ്ങനെ ഇറങ്ങിപ്പോകും? ഞങ്ങളുടെ അമ്മമാർ എങ്ങനെ ഇറങ്ങിപ്പോകും? അവർക്കുള്ളത് അവർ പോകുന്നത് പോലെ തന്നെയാണ് ഞങ്ങളും പിന്നീട് ഇറങ്ങിപ്പോകേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ, അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അത് തന്നേ പറ്റൂ. എന്നിട്ട് ഞങ്ങൾക്കൊരു ചെറിയ എന്തെങ്കിലും ഒരു പെൻഷൻ കൊടുക്കും പോലെ എന്തെങ്കിലും ഒന്ന്. ഈ 5 ലക്ഷം രൂപ വിരമിക്കൽ തുകയായി വേണമെന്നാണ്. 5 ലക്ഷം രൂപ ഞങ്ങൾക്ക് വേണമെന്ന് തന്നെയാണ് ഞങ്ങൾ പിടിക്കുന്നത്. ഈ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചാൽ മാത്രമേ സമരത്തിൽ നിന്ന് പിൻവലിക്കുള്ളൂ. അതുവരെ അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ കിടക്കുക തന്നെ ചെയ്യും. ഇത് കണ്ടതുപോലെയല്ല, ഇത് ഞങ്ങളൊരു സൂചനാ സമരം കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ആദ്യം ഞങ്ങൾ കൊടുത്തായിരുന്നു, എന്നിട്ടാണ് ഇത് ഞങ്ങളെ അംഗീകരിച്ചില്ലെങ്കിൽ ഇതിനേക്കാളും വലിയ സമരമുറകളുമായി ഞങ്ങൾ പോകും. ശരി സൈഫുദ്ദീൻ, അത് തന്നെയാണ് അവർ പറയുന്നത്. ഇതിനേക്കാൾ വലിയ സമരവുമായി മുന്നോട്ടേക്ക് പോകും. നിലവിൽ ഇവർ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഇവരുടെ കുടിശ്ശികയായി കിടക്കുന്ന ശമ്പളം നൽകണം, ഓണറേറിയത്തിൽ വർധന ഉണ്ടാകണം, നിലവിലെ 7000 രൂപ എന്നുള്ളത് 21000 രൂപയായി വർദ്ധിപ്പിക്കണം, അതുപോലെ തന്നെ പിരിഞ്ഞു പോകുമ്പോൾ, പെൻഷൻ പറ്റി പോകുമ്പോൾ 5 ലക്ഷം രൂപയെങ്കിലും നൽകണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ പ്രധാനമായി ഉന്നയിക്കുന്നത്. അതെല്ലാം സർക്കാർ കേൾക്കുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇവരുള്ളത്. എന്തായാലും ചർച്ച നിലവിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഒരു മികച്ച ഒരു രീതിയിലുള്ള ഒരു മറുപടി തന്നെ മന്ത്രിയിൽ നിന്ന് ലഭിക്കുമെന്ന് തന്നെയാണ് നിലവിൽ ഈ സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെയും പ്രതീക്ഷ. അല്ലാത്ത പക്ഷം സമരം തുടരും എന്ന് തന്നെയാണ് ഇവരും പറയുന്നത്. ശരി സ്വാന്തന.